ജന്മഭൂമി പ്രധാന വാർത്തകൾ. അമേരിക്കയെയും ചൈനയെയും കടന്ന് ഭാരതം വളരുന്നു. വളർച്ച 7% ലോകബാങ്കും IMFും. വാഷിംഗ്ടൺ. സാമ്പത്തിക രംഗത്ത് അമേരിക്കയും ചൈനയും റഷ്യയും അടക്കം വൻ ശക്തികളെ മറികടന്ന് ഭാരതം കുതിക്കുന്നു. ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഈ സാമ്പത്തിക വർഷം 7% വളരുമെന്നാണ് ലോകബാങ്ക് പ്രവചനം. നേരത്തെ 6.6% വളർച്ചയാണ് പ്രവചിച്ചിരുന്നതെങ്കിലും വളർച്ച ശക്തമാകുമെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ലോകബാങ്ക് അനുമാനം പുതുക്കുകയായിരുന്നു. സ്വകാര്യ ഉപഭോഗവും നിക്ഷേപങ്ങളും വർദ്ധിക്കുകയും സാമ്പത്തിക വളർച്ച ശക്തമായി തുടരുകയും ചെയ്യുന്നതിനാലാണ് അനുമാനം ഉയർത്തിയതെന്ന് ലോകബാങ്ക് അറിയിച്ചു. അന്താരാഷ്ട്ര നാണ്യനിധിയും മുൻ പ്രവചനം തിരുത്തി 7% വളരുമെന്ന് പുതുക്കിയ കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസി മൂഡീസും ഭാരതത്തിന്റെ വളർച്ച അനുമാനം 7.2% ഉയർത്തിയിരുന്നു. ഭാരതം ലോകത്തെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി തുടരുമെന്നാണ് രണ്ട് അന്താരാഷ്ട്ര ഏജൻസികളും വ്യക്തമാക്കുന്നത്. ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥ അതിശക്തമായ അടിത്തറയിലാണ് ഇപ്പോൾ. സാമ്പത്തിക വളർച്ചയിൽ രണ്ടാമതുള്ള ചൈനയുടെ വളർച്ച 5%. ഇന്തോനേഷ്യ 4.9%വുമായി മൂന്നാമതാണ്. 3.6% വളർച്ചയാണ് നാലാമതുള്ള തുർക്കിക്ക്. അഞ്ചാമതുള്ള റഷ്യക്ക് 3.2%. പോളണ്ട് 3.1%വുമായി ആറാമതാണ്. ഏഴാം സ്ഥാനത്തുള്ള അമേരിക്കയുടെ വളർച്ച ഈ സാമ്പത്തിക വർഷം 2.8%ആയിരിക്കുമെന്നാണ് പ്രവചനം. ദക്ഷിണ കൊറിയ 2.5, സ്പെയിൻ 2.4, മെക്സിക്കോ 2.2 എന്നിവയാണ് 8, 9, 10 സ്ഥാനങ്ങളിൽ. ലോക സമ്പദ് വ്യവസ്ഥ ഈ സാമ്പത്തിക വർഷം 3.2% വളരുമെന്നാണ് IMF കണക്ക്. ഭാരതം ഇപ്പോൾ ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. അമേരിക്ക, ചൈന, ജപ്പാൻ, ജർമ്മനി എന്നിവയാണ് ഭാരതത്തിനു മുന്നിൽ. 2027 ജർമ്മനിയെയും ജപ്പാനെയും മറികടന്ന് ഭാരതം മൂന്നാമതെത്തുമെന്നാണ് വിലയിരുത്തൽ. ചൂരൽമല ഉരുൾപൊട്ടൽ. വാടക വീടുകളിലുള്ളവരുടെ വിവരശേഖരണം പൂർത്തിയായി. കൽപ്പറ്റ. ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപന പരിധികളിലെ വാടക വീടുകളിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങളുടെ വിവരശേഖരണം പൂർത്തിയായതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. വാടക വീടുകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് വാടക ഇനത്തിൽ സർക്കാർ നിശ്ചയിച്ച തുക അനുവദിക്കാനുള്ള വിവരശേഖരണമാണ് പൂർത്തിയായത്. സെപ്റ്റംബർ ആദ്യവാരം മുതൽ വൈത്തിരി താലൂക്ക് ഓഫീസിൽ നിന്നും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് തുക നിക്ഷേപിക്കും െന്ന് റവന്യൂ വകുപ്പ് അധികൃതർ അറിയിച്ചു. ദുരന്തബാധിതർക്ക് സഹായമേകാൻ മൊബൈൽ സേവാ കേന്ദ്രം. കൽപ്പറ്റ. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് നിയമസഹായം നൽകാൻ വയനാട് ജില്ലാ സേവന അതോറിറ്റിയുടെ മൊബൈൽ സേവാ കേന്ദ്രം. ദുരന്തബാധിതർ നേരിടുന്ന നിയമപരമായ പ്രയാസങ്ങൾ മുതിർന്ന അഭിഭാഷകരോട് തന്നെ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കുവയ്ക്കാം. സെപ്റ്റംബർ 30 വരെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചു മൊബൈൽ സേവാ കേന്ദ്രം പ്രവർത്തിക്കും. വയനാട് ജില്ലാ സേവന അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് മൊബൈൽ സേവാ കേന്ദ്രം പ്രവർത്തിക്കുക. ഉരുളെടുത്ത ദുരന്ത ഓർമ്മകളിൽ നിന്നും തിരികെ കയറുകയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർ. ദുരന്തം ഉണ്ടാക്കിയ നടുക്കത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കയറുമ്പോൾ ദുരന്തബാധിതരെ സംബന്ധിച്ച് നേരിടേണ്ട പ്രതിസന്ധികൾ നിരവധിയാണ്. രേഖകൾ ഉണ്ടാക്കുന്നതിലെ തടസ്സങ്ങൾ, ലോണുകൾ, ഫോമുകൾ പൂരിപ്പിക്കുന്നത് തുടങ്ങിയവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് വയനാട് ജില്ലാ സേവന അതോറിറ്റി മൊബൈൽ സേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. 1.5 ലക്ഷം കോടിയുടെ പ്രതിരോധ ഇടപാടിന് കേന്ദ്രാനുമതി. ന്യൂഡൽഹി. പ്രതിരോധ സേനകളുടെ ശക്തി വർദ്ധിപ്പിക്കാനും യുദ്ധവീര്യം കൂട്ടാനും 1.5 ലക്ഷം കോടി രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങാൻ കേന്ദ്ര മന്ത്രിസഭയുടെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ തീരുമാനിച്ചു. ഭാരതത്തിൽ തന്നെ വികസിപ്പിച്ച് നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ഭാരതത്തിലെ തന്നെ നിർമ്മാതാക്കളിൽ നിന്ന് വാങ്ങാനാണ് പദ്ധതി. ഗ്രാഹക് പഞ്ചായത്തിന്റെ ലക്ഷ്യം ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണം. നാരായണൻ ഭായ് ഷാ. കൊച്ചി. ഉപഭോക്താക്കൾക്ക് കൃത്യമായ ബോധവൽക്കരണം നൽകി അവരുടെ അവകാശ സംരക്ഷണം ലക്ഷ്യം വെച്ചാണ് അഖില ഭാരതീയ ഗ്രാഹക് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നതെന്ന് ദേശീയ അധ്യക്ഷൻ നാരായണൻ ഭായ് ഷാ. ഉപഭോക്താക്കളെ രാജാവായി കണ്ട് അവരുടെ സംരക്ഷണമാണ് സംഘടനയുടെ ആത്യന്തിക ലക്ഷ്യം.
പീഡിതർക്കായി നിലകൊള്ളുക എന്ന സ്വാമി വിവേകാനന്ദന്റെ ആദർശങ്ങൾ ഉൾക്കൊണ്ടാണ് സംഘടനയുടെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. ചരിത്ര തിളക്കത്തിൽ ബംഗ്ലാദേശ് പാകിസ്ഥാനെ 2ാം ടെസ്റ്റിലും തോൽപ്പിച്ച് പരമ്പര സ്വന്തമാക്കി. റാവൽപിണ്ടി പാകിസ്ഥാനെതിരെ അവരുടെ നാട്ടിൽ ടെസ്റ്റ് പരമ്പരയിൽ സമ്പൂർണ്ണ ജയം നേടി ബംഗ്ലാദേശ് ചരിത്രം കുറിച്ചു. സന്ദർശകരായ ബംഗ്ലാദേശ് ഇന്നലെ പരമ്പരയിലെ 2ാം ടെസ്റ്റ് അവസാനിപ്പിച്ചത് 6 വിക്കറ്റ് ജയത്തോടെയാണ്. പാക് മണ്ണിലെ ബംഗ്ലാ കടുവകളുടെ ആദ്യ ടെസ്റ്റ് പരമ്പര നേട്ടമാണിത്. അജയ്യതയോടെ സുമിത് ജാവലിനിൽ തുടർച്ചയായ 2ാം സ്വർണം 2 തവണയും പാരാലിമ്പിക്സ് റെക്കോർഡ് തിരുത്തി. പാരീസ് പാരാലിമ്പിക്സ് പുരുഷ ജാവലിൻ അതികായത്വം സ്ഥാപിച്ചിരിക്കുകയാണ് ഭാരതത്തിന്റെ സുമിത് ആൻഡിൽ. പുരുഷ ജാവലിൻ ത്രോ F64 വിഭാഗത്തിൽ 70.59 മീറ്റർ ദൂരത്തിലേക്ക് ജാവലിൻ എത്തിച്ചാണ് സുമിത് ഗെയിംസ് റെക്കോർഡ് സ്ഥാപിച്ചത്. 4 വർഷം മുൻപ് ടോക്കിയോ പാരാലിമ്പിക്സിൽ കുറിച്ച 68.55 മീറ്ററിന്റെ സ്വന്തം റെക്കോർഡാണ് കഴിഞ്ഞ ദിവസം മറികടന്നത്. അന്നും പാരാലിമ്പിക്സ് റെക്കോർഡ് ഭേദിച്ചുകൊണ്ടാണ് സ്വർണം നേടിയത്. ഇതുകൂടാതെ ലോക പാരാ ചാമ്പ്യൻഷിപ്പിലും സുമിത് 2 തവണ സ്വർണം നേടിയിട്ടുണ്ട്. 6 തവണയാണ് ലോക റെക്കോർഡ് ഭേദിച്ചിട്ടുള്ളത്. 2022 ഏഷ്യൻ പാരാ ഗെയിംസിൽ സ്ഥാപിച്ച 73.29 മീറ്റർ ആണ് ഏറ്റവും മികച്ച പ്രകടനം. ഇതുതന്നെയാണ് ഈ വിഭാഗത്തിലെ ലോക റെക്കോർഡും. ഇത്തവണ ഫൈനലിൽ ആദ്യ ശ്രമത്തിൽ തന്നെ സുമിത് ഗെയിംസ് റെക്കോർഡ് ഭേദിച്ചു. 69.11 മീറ്റർ എറിഞ്ഞത് 2ാം ശ്രമത്തിൽ ഈ റെക്കോർഡും ഭേദിച്ചു. 66.66 മീറ്റർ, 69.04 മീറ്റർ, 66.57 മീറ്റർ എന്നിങ്ങനെയായിരുന്നു ബാക്കി ശ്രമങ്ങളിലെ പ്രകടനം. സുമിത്തിന്റെ നേട്ടത്തോടെ ഭാരതത്തിന്റെ ആകെ സ്വർണം 3 ആയി. ഭാരതം 16ാം സ്ഥാനത്ത്. കുതിപ്പ് തുടർന്ന് ചൈന. പാരീസ് പാരാലിമ്പിക്സ് 2024 മത്സരങ്ങൾ 6 ദിവസം പിന്നിട്ടുകൊണ്ടിരിക്കുമ്പോഴും ചൈന 1ാം സ്ഥാനത്ത് മുന്നേറുകയാണ്. 45 സ്വർണം നേടിക്കൊണ്ട് ചൈനയുടെ മുന്നേറ്റം. 2ാം സ്ഥാനത്തുള്ള ബ്രിട്ടൻ, 3ാമതുള്ള അമേരിക്കയേക്കാൾ ഇരട്ടി സ്വർണമുണ്ട്. ബ്രിട്ടന്റെ സ്വർണ്ണ നേട്ടം 29 ആണ്, അമേരിക്കയുടേത് 15. ഭാരതം ഇന്നലെ വനിതകളുടെ ബാഡ്മിന്റണിൽ വെങ്കലം നേടി. ഇതോടെ ആകെ മെഡൽ നേട്ടം 15 ആയി. 3 സ്വർണവും 5 വെള്ളിയും അടക്കം ഭാരതം നേടിയിട്ടുണ്ട്. ബലാത്സംഗ കൊലയ്ക്ക് വധശിക്ഷ. ബംഗാളിൽ അപരാജിത ബിൽ പാസാക്കി. കൊൽക്കത്ത പീഡന കേസുകളിൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന അപരാജിത ബിൽ ബംഗാൾ നിയമസഭയിൽ പാസാക്കി. ശുഭദിനം. നന്ദി.